ഹലോ എവരി വൺ. ചക്കയുടെ സീസൺ തുടങ്ങി. നമ്മുടെ പ്ലാവയിലും ചക്കയായി തുടങ്ങിയിട്ടുണ്ട്. തുരുതുരാന്ന് ചക്ക താഴേന്ന് മുകളിലോട്ട് കിടക്കുന്നത് കാണാം കേട്ടോ. ഇഷ്ടം പോലെ ചക്കയാണ് ഇത്തവണ. കഴിഞ്ഞ തവണ ഈ പ്ലാവയിൽ മുന്തിരിക്കൊല പോലെ ചക്കയായിരുന്നു. ഇത്തവണയും കുറച്ച് അങ്ങനെ ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നൊന്നേ മുട്ടിക്കിടക്കുന്നത് കൊണ്ട് എല്ലാം ഒരുപോലെ വലിപ്പം വെക്കത്തില്ല. ചില ചക്കകൾ ഇടയിൽ കിടക്കുന്നതിനെ അങ്ങ് വല്ലാണ്ട് ഞെക്കും. അപ്പോൾ അങ്ങനെ ചക്കകളൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് വേണേൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ പ്ലാവിൻ്റെ വേരിലായിട്ട് ദേ കിടക്കുന്നു ഒരു പാവയ്ക്ക. ഒന്നല്ല 2-3 ഉണ്ടായിരുന്നു. ഞാനത് പൊട്ടിച്ചെടുക്കാൻ നോക്കിയിട്ട് നല്ല കട്ടിയാണ്. എൻ്റെ വിരൽ കൊണ്ടൊന്നും അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഒരു കയ്യിൽ ഫോൺ കൂടി ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ച് അത് പൊട്ടിച്ചെടുത്തു. പൊട്ടിച്ച് വന്നപ്പം ഒരു 2-3 പാവയ്ക്ക കിട്ടി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പയർ നിപ്പുണ്ടായിരുന്നു. ഉണങ്ങിയ പയറും ഉണ്ട്, മൂക്കാറായ പയറും ഉണ്ട്. എല്ലാം പറിച്ചെടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ കാന്താരി മുളകും ഉള്ളത് കൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇതൊന്നും ആക്ച്വലി നമ്മൾ നട്ടു വെക്കുന്നൊന്നുമല്ല. ഇത് വിത്ത് വീണ് തന്നെ കിളുത്ത് വരുന്നതാണ്. നമ്മൾ പറമ്പിൽ തൊടിയിൽ നമ്മൾ നട്ടു വെക്കും, കൃഷിയുണ്ട്. ഇത് വീടിന് ചുറ്റുമുള്ള തൊടിയിൽ വിത്ത് വീണ് കിളുത്ത് വരുന്നതാണ്. ഇവിടെ തന്നെ കാണാം പാവലുണ്ട്, അതുപോലെ ചെറിയൊരു കോവൽ കയറി വരുന്നുണ്ട്, പിന്നെ പയറുണ്ട്, കാന്താരിമുളകുണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കറിവേപ്പും ഒക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ തന്നെ കിളുത്ത് വരുന്നതാണേ. നമ്മുടെ അധ്വാനം ഒന്നും സത്യം പറഞ്ഞാൽ ഇതിലില്ല. കാരണം ഇത് കൃഷിയായിട്ട് നമ്മൾ നടത്തുന്നതല്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വിത്ത് വീണ് കിളുത്ത് വരുന്നതാണേ, നമ്മളിടുന്നൊന്നുമല്ല. പിന്നെ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വീടിൻ്റെ പുറകിൽ വന്ന് 2-3 പച്ചമുളകും ഒക്കെ പറിച്ച് എടുത്തു. പച്ചമുളകൊക്കെ ആകെ ശോകമായിട്ടാണ് നിൽക്കുന്നത്. കാരണം നല്ല ചൂടല്ലേ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടണം. ഒരു നല്ല 2 മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തളിർത്ത് ഇഷ്ടംപോലെ മുളകായിട്ട് നിൽക്കുവേ. ഇതൊക്കെ ഉണങ്ങി കരിഞ്ഞ് ഒരു പരുവമായി ഈ ചെടികളൊക്കെ തന്നെ. ഈ പുറകിലൊക്കെ കുറേ പച്ചമുളക് ചെടികളുണ്ടായിരുന്നു. കുറേയൊക്കെ കരിഞ്ഞു പോയി. മാക്സിമം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും, എന്നാലും കുറേയൊക്കെ പോകും. ഞാൻ പാവയ്ക്ക പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അച്ഛൻ ഒരു സൈഡിൽ കൂടെ ദേ കപ്പളങ്ങ പറിച്ചുകൊണ്ട് വന്നു. എന്നാൽ പിന്നെ കപ്പളങ്ങ തോരൻ തന്നെ അയക്കാം എന്ന് വെച്ചു. ഇവിടെ കപ്പളങ്ങ തോരൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ അത് വിറകടുപ്പിലാണ് വെക്കുന്നത്, ചട്ടിക്കകത്താണ് വെക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ കപ്പളങ്ങ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല, നന്നായിട്ട് അരിഞ്ഞ്. ചിലർ കൊത്തി അരിയും, ഇവിടെ കൊത്തിയല്ല, ഞാൻ ഒരു ഷേപ്പിലാണ് അരിയുന്നത്. അരിഞ്ഞ് ചട്ടിക്കകത്തേക്ക് ഇടുക. എന്നിട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പുനീര് മാത്രം ഒഴിക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനെ അവിടെ മൂടി വെക്കണം. അതല്ലാതെ വേറെ ഒന്നും ഇപ്പം ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ ഇടാറില്ല കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇവിടെ വെക്കുന്ന ഒരു രീതിയാണ്. ഇത് അമ്മച്ചി പഠിപ്പിച്ച് തന്ന ഇവിടെ വന്നപ്പോൾ ഞാനും അതങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു. നന്നായിട്ട് ഉപ്പുനീര് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ച് അങ്ങ് മൂടി വെക്കുക. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ തീ നന്നായിട്ട് താത്തിടണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, ആ ഒരു ഉപ്പുനീരിലാണിത് ഇനി വേകാൻ പോകുന്നത് എന്ന് കരുതി ഒത്തിരി ഉപ്പൊന്നും കോരി ഒഴിച്ചേക്കല്ലേ. അത് മൂടി വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുന്നത് നമ്മുടെ പഴയ മോഡലിൽ ചിരവില്ലേ, അതിലിരുന്നുകൊണ്ടാണ് ഇവിടെ തേങ്ങ ചിരണ്ടുന്നത് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ചിരവയുണ്ട്, പക്ഷേ അത് ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ സാധാരണ പഴയ ചിരവിയിൽ അതിലിരുന്ന് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 ചുമന്നുള്ളി, കാന്താരിമുളക്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തു. പിന്നെ ജീരകമാണല്ലോ നമ്മൾ തോരനൊക്കെ ഒതുക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു. ഇത് നമ്മുടെ അരകല്ലും പിള്ളയും അരകല്ലെ വെച്ച് തന്നെ ഇത് ഒതുക്കിയെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒട്ടും സമയമില്ലാത്തപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുവേ. നല്ല അരകല്ലെ വെച്ചിട്ടാണ് ഇവിടെ കറിക്കുള്ളതൊക്കെ ഒതുക്കുന്നത്. അങ്ങനെ കറിക്കുള്ളത് അരച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നന്ദുക്കുട്ടൻ വലിയ പണിയാണേ. ഇവിടുത്തെ കുഞ്ഞു കാർന്നവനവൻ കപ്പ പൊളിക്കുക. 2 ദിവസമായിട്ട് നമ്മൾ കപ്പ പറിച്ച് അത് കപ്പ വാട്ടാനായിട്ടുള്ളത് പൊളിച്ച് അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ട്രിപ്പ് ഇപ്പോൾ വാട്ടി ടെറസെ കൊണ്ടിട്ടു. അപ്പോൾ പുള്ളിക്കാരന് ഇപ്പോൾ അവധി ആയതുകൊണ്ട് ഇതൊക്കെ അച്ഛ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇന്നിപ്പോൾ അച്ഛ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ അകത്ത് പോയി. കപ്പ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ അന്നേരം ഇവൻ തന്നെ ഇരുന്ന് അവൻ്റെ ഒരു കുഞ്ഞു കത്തിയൊക്കെ എടുത്തിരുന്ന് തൊലി പൊളിക്കുക.
അപ്പൂപ്പൻ ചെയ്യുന്നതൊക്കെ കണ്ട് എല്ലാം പഠിക്കും. എന്നിട്ട് തന്നെ ഇരുന്ന് ചെയ്യും. വേറെ ഉപദ്രവമൊന്നുമില്ല. ഒരു കത്തിയും കൊടുത്തങ്ങ് വിട്ടാൽ മതി. അവനത് നല്ല വൃത്തിയായിട്ട് കപ്പ പൊളിച്ച് തരും. പൊളിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുകയൊക്കെ ചെയ്യും. മിടുക്കനാ, എല്ലാം ചെയ്തോളും. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഞാനത് ജീരകമൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. ഏറ്റവും ഒടുവിലാണ് തേങ്ങ വെക്കുന്നത്. തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ കല്ലൊന്ന് കയറ്റി ഇറക്കുകയോ ചെയ്യാവുള്ളൂ. ഒത്തിരി അരഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിരിക്കേണ്ടത്. പിന്നെ നമ്മൾ സാധാരണ എന്തെങ്കിലും കല്ലേ വെച്ച് അരച്ച് കഴിയുമ്പോൾ ചാറ് കറിക്കൊക്കെയാണ് ആ കല്ല് കഴുകിയെടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അത് ഇതിൻ്റെ കാര്യത്തിൽ വേണ്ട കേട്ടോ. തോരനൊക്കെ വെക്കുമ്പം കല്ല് കഴുകിയ വെള്ളം എടുക്കരുത്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വെള്ളമയമായി പോകും. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ കപ്പളങ്ങ തോരൻ വെക്കുന്നത് കേട്ടോ. ഞാനത് കോരിയെടുത്തു, കല്ല് കഴുകി അങ്ങ് കളഞ്ഞു, കഴുകി എടുത്തില്ല. കല്ലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ അകത്ത് കയറി വന്നപ്പം ദേ തീയൊക്കെ കെട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട്. അടുപ്പയിൽ വെച്ചാലുള്ളൊരു ഗുണം, ഈ വിറകടുപ്പയിൽ വെച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെ അടുക്കി പിടിക്കത്തില്ല. ആ കത്തുന്ന ആ വിറക് ഉണ്ടല്ലോ, അതങ്ങ് കത്തി തീർന്ന് കഴിയുമ്പോൾ അത് കെട്ടവിടെ കിടന്നോളും. ഇത് കണ്ടില്ല, അടുക്കി പിടിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊരു സൈഡിൽ കൂടെ ഒന്ന് കയറി വന്നതേ ഉള്ളൂ, അല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല, അതിനങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. രണ്ട് സൈഡിലൂടെ നമ്മളൊരു ഇച്ചിരി മാറ്റി വെച്ചിട്ട് നടുക്കായിട്ട് അരപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ അതിനെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ പെട്ടെന്ന് അടുക്കി പിടിക്കുവേ. അപ്പോൾ അത് ആ ചട്ടിയുടെ മൂട്ടിൽ മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഏത് തോരനാണെങ്കിലും വെക്കുമ്പം തേങ്ങാപ്പീര താഴെ മുട്ടാതെ വെക്കണം. ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ചെറുതായി ഒന്ന് തീ ഒന്ന് കൊളുത്തി കൊടുക്കാം കേട്ടോ. ആ ഒരു ചെറിയ തീയിലിരുന്ന് അതൊന്ന് നന്നായിട്ട് ആവി കയറണം. അതല്ലാതെ ഒരുപാട് നേരം ഇട്ട് വേവിക്കുകയോ തീ ആളിക്കാനോ ഒന്നും പാടില്ല. ആളി കത്തിയിട്ടുണ്ടെങ്കിൽ ആ തോരൻ മുഴുവൻ കരിഞ്ഞ് അടുക്കി പിടിച്ചു പോകും. ഒരു വിറകൂടെയൊക്കെ വെച്ച് കൊടുക്കാവേ. ഒരു വിറകല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊരു ചെറിയ വിറകൂടെ വെച്ച് കൊടുത്തു. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ നല്ല ഉണങ്ങിയ വിറകാണേ. ഒന്ന് ഊതുമ്പോഴത്തേക്കും നല്ല സൂപ്പർ തീയൊക്കെ വരും. അടുപ്പിൻ്റെ പുറകെ കിടക്കുന്ന കണ്ടില്ലേ, പയറ് വിത്തുണ്ട്, അതുപോലെ കാന്താരി മുളകുണ്ട്, എന്തൊക്കെ വിത്തുകളുണ്ടോ അതെല്ലാം ഈ അടുപ്പിൻ്റെ സൈഡിൽ കാണും. ഇനി മഴയായി കഴിയുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് പാകി കിളിപ്പിക്കാനായിട്ടുള്ളതാണേ. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പുക കാരണം ഒന്നും കാണത്തില്ല ചുറ്റുമുള്ളതൊന്നും. അപ്പോൾ തുറന്നിട്ട് ആ തേങ്ങാപ്പീരയൊക്കെ ആയിട്ട് അരപ്പ് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് ചിക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കപ്പളങ്ങ തോരൻ, നമ്മുടെ നാടൻ കപ്പളങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അടുപ്പേ വെക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റും ആ ഒരു എന്താ പറയുന്ന ആ ഒരു സുഖം അത് ഗ്യാസിലൊന്നും വെച്ചാൽ കിട്ടത്തില്ല. ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കടുക് താളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചിലർ കടുക് താളിക്കാറുണ്ട്. കോട്ടയം ഭാഗത്തോട്ടൊക്കെ കടുക് താളിക്കും, കോട്ടയം ടൗണിലോട്ടൊക്കെ. പക്ഷേ ഞങ്ങളിവിടെ പാലായിൽ കടുക് താളിക്കത്തില്ല ഈ തോരനെ. കണ്ടില്ലേ, അപ്പം നമ്മുടെ കപ്പളങ്ങ തോരൻ റെഡിയായി. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഒക്കെ അമർത്തണേ.